ദേവനന്ദ എനിക്ക് തോന്നുന്നു ഓൾറെഡി ആ കഥാപാത്രമായി ജീവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് തള്ളി മറിക്കണ പോലെ തോന്നുന്നുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. തോന്നില്ല, പക്ഷേ അല്ല, അത് നിങ്ങൾ ആ വീട്ടിൽ നിന്നപ്പോ നിങ്ങൾ ആ വീട്ടിലെ ഒരാളെ പോലെയൊക്കെ നിങ്ങൾക്ക് അതെ ഫീൽ അതെ ചെയ്തില്ലേ? അതെ അതെ അത് ഉണ്ടായിരുന്നു. ആ അത് ആ ഒരു എല്ലാ ഒരു സിനിമയിലാണല്ലോ അതെ 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 മൈൻഡ് ഓഫ് ദ ക്യാരക്ടർ, സ്കിൻ ഓഫ് ദ ക്യാരക്ടർ. ക്യാരക്ടർ. നമുക്കിതൊന്നും അറിയില്ലല്ലോ. അപ്പോ നമ്മൾ അങ്ങനെ ഒരാള് ജീവിച്ച് നമ്മുടെ കൺമുന്നിൽ ജീവിക്കുമ്പോ അയാളെ നമ്മൾ വളരെയധികം കൗതുകത്തോടെ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട് ദേവനന്ദയെ പല ഘട്ടങ്ങളിലും. ദേവനന്ദ കാണുമ്പോഴേ ഇപ്പൊ എനിക്കൊക്കെ ഒരു കുറ്റം തോന്നാറുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ തീരെ പ്രൊഡക്റ്റീവ് ആയിരുന്നില്ലല്ലോ, നമുക്ക് ഇത്രയും വിവരവും അല്ലെങ്കിൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്കൊരു കുറ്റം തോന്നാറുണ്ട്. അപ്പൊ ആ കുട്ടി എനിക്ക് ആ കുറ്റം ഇപ്പോഴും ഇന്ന് ഇപ്പൊ കാണുമ്പോഴും തോന്നി. അത് ചോദിക്കാൻ വരുന്നത്, ഞാൻ ചേട്ടൻ അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടോ? ഉണ്ട്. എന്ന് വെച്ചാൽ ദേവനന്ദ ആവാൻ പറ്റുമോ നമുക്ക്? ദേവനന്ദയ്ക്ക് സംബന്ധം ദേവനന്ദ മാത്രം. ഇപ്പൊ കളിയാക്കോ കേട്ടോ, ഞാൻ സീരിയസ് ഞാൻ സീരിയസ്. നീ മനപ്പൂർവ്വം ചെറിയ കുട്ടീനെ വെച്ച് ഇങ്ങനെ കളിയാക്കുന്ന ഇതിനുള്ള മറുപടി നീ പറ. ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദ ആർട്ടിസ്റ്റ് യു ആർ. ഞാൻ സീരിയസ്. കുറ്റബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റിന്റെ കേസിൽ വരുമ്പോ, കാരണം ഈ ഒരു പ്രായത്തിൽ പഠിക്കുന്നു, ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നു, ഉദ്ഘാടനം ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമാണോ? ടൈം മാനേജ് ചെയ്തിട്ട് ആളുകളൊക്കെ അല്ലെ മാനേജ് ചെയ്യണം, അവിടെ ഇന്ററാക്ട് ചെയ്യണം, അതൊരു സ്കില്ലല്ലേ? ഈ ഒരു പ്രായത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു, കുടുംബം നോക്കുന്നു. അച്ഛനമ്മ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. ഉണ്ടോ? ഞാൻ ജോലിക്ക് പോയില്ല, ഇത് ഞാൻ എന്റെ പാഷന്റെ പുറകെ പോവാ. ഫ്രീ ആയിട്ടാണോ അഭിനയിക്കുന്നത്? അതെനിക്കൊന്നും അറിയത്തില്ല, അതൊന്നും എനിക്കറിയത്തില്ല. അല്ല, പാഷൻ. ഞാനും പാഷൻ, ദേവനന്ദയും പാഷൻ. അല്ലേ പാഷൻ? അപ്പൊ പാഷന്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് ഞങ്ങൾ. ഇതിൽ കൂടെ എന്താ വേണ്ടേ? ദേവനന്ദ ദേവു ദേവനന്ദ ഈ നമ്മള് പലപ്പോഴും നമ്മുടെ അറിവ് ബിൽഡ് ആവുന്നത് കുറച്ച് കൂട്ടുകാരിൽ നിന്ന്, കുറച്ച് പുസ്തകം വായിച്ചിട്ട്, കുറച്ച് അധ്യാപകരിൽ നിന്ന്, കുറച്ച് എക്സ്പീരിയൻസ്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ കൂട്ടുകാരെ ചൂസ് ചെയ്യുമ്പോ, ഇപ്പൊ ധ്യാൻ ചേട്ടനെ പോലത്തെ ഒക്കെ ഒരു കൂട്ടുകാരനെ ചൂസ് ചെയ്യുമ്പോഴൊക്കെ ദേവനന്ദ എന്താ ശ്രദ്ധിക്കുന്ന അവരുണ്ട്? നമ്മള് യൂഷ്വലി ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്ന, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ഫ്രണ്ട്സിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടും. പിന്നെ അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും, ഇപ്പൊ നമ്മൾ എന്ത് വിഷമം പറഞ്ഞാലും സങ്കടം പറഞ്ഞാലും അവർക്ക് മനസ്സിലാകും വേഗം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സങ്കടം വന്ന എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് വേഗം മനസ്സിലാകുമായിരിക്കും. സങ്കടങ്ങളുണ്ടോ? അങ്ങനെയല്ല, വലിയ സങ്കടങ്ങളല്ലേ, ഇപ്പൊ സങ്കടം ഈ പ്രായത്തിൽ നിങ്ങൾക്കാർക്ക് സങ്കടം ഇല്ലായിരുന്നു ആ പ്രായത്തില്? ബിരിയാണി ലൈക്ക് പീസ് കിട്ടിയില്ല, അതിപ്പോഴും അതൊക്കെ അതൊക്കെ നമ്മള് ഞാൻ പറയണ ഇപ്പൊ ഉള്ള ഇതിലെന്തൊക്കെയാണ് കഴിഞ്ഞ അടുത്ത കാലത്ത് ഒരു സങ്കടം എന്താ മനസ്സിൽ തോന്നിയ ഒരു വേദന? ഇതിപ്പോ ചേട്ടൻ അല്ല അറിയാനുള്ള ഇപ്പൊ സങ്കടം എന്ന് പറഞ്ഞ ഇപ്പൊ എനിക്ക് ഭയങ്കര മനസ്സിന് ഇറാൻ ഇസ്രായേൽ യുദ്ധം ഭയങ്കര മനസ്സിലുണ്ടാക്കി. നമുക്ക് എന്ത് നമുക്ക് പറയണം, ഒരാളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയാലും അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മുടെ ഫ്രണ്ട്. അപ്പൊ ഇപ്പൊ ധ്യാൻ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ എനിക്ക് ആദ്യം ഭയങ്കര അതിശയായിരുന്നു. കാരണം ചേട്ടനെ ഞാൻ മൂവീസിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ചേട്ടന്റെ ആക്ടിങ് ഒത്തിരി അഡ്മയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ചേട്ടനെ നേരിട്ട് കണ്ട് അഭിനയിക്കുമ്പോ അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ചേട്ടൻ മൂവീസ് കണ്ടിട്ടുണ്ട്, എന്നിട്ട് ചേട്ടൻ ആക്ടിങ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അല്ല, അതില് അമേസിങ് ആക്ടിങ് ആയിരുന്നു ചേട്ടന്റെ. ഞാനും എന്റെ ഫാമിലിയും പോയി കണ്ട മൂവിയാണ്. ചേട്ടന്റെ ഇന്റർവ്യൂസ് ആണെങ്കിലും കാണാറുണ്ട്. അപ്പൊ പിന്നെ ചേട്ടന്റെ വീട് ട്രിവാൻഡ്രം, എന്റെ അമ്മയുടെ വീടും ട്രിവാൻഡ്രം ആണ്. അപ്പൊ അങ്ങനെ അല്ല, അപ്പൊ അങ്ങനെ ഇപ്പൊ ആന്റിയൊക്കെ പറയാന്ന് ധ്യാൻ ചേട്ടൻ ഇവിടെ താമസിക്കുന്നൊക്കെ പറയുമ്പോ അങ്ങനെ അറിയാം. അച്ഛനിങ്ങനെ പോകുമ്പോ കാണിക്കും, ഇതാണ് ധ്യാൻ ചേട്ടൻ നടന്ന വഴി, ഇതാണ് ധ്യാൻ ചേട്ടന്റെ കാൽപ്പാടുകൾ, ഇതാണ് ധ്യാൻ ചേട്ടൻ ചായ കുടിച്ച ഹോട്ടൽ, അങ്ങനെയല്ലേ? പണ്ട് പറയില്ല, ഇതാണ് പ്രേം നസീർ കിടന്നു നോക്കിയാൽ മതി. പറയുമോളെ അല്ല പറയൂ ദേവനന്ദ.
അപ്പൊ അങ്ങനെ ധ്യാൻ ചേട്ടനെ കണ്ടപ്പോ ഒത്തിരി സന്തോഷം. പിന്നെ ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റി. നീ ഞങ്ങളുടെ ചോദ്യത്തിന് ട്വിസ്റ്റ് ചെയ്ത് എന്നെ പൊക്കി പറയലായിട്ടോ. അല്ല, എന്റെ അടുത്ത് ചോദിച്ചത് ധ്യാൻ ചേട്ടൻ ഒരു കൂട്ടുകാരനായിട്ട് കാണുന്നില്ല, എങ്ങനെയാണ് അതാണ് ചോദ്യം. അതായിരുന്നല്ലേ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ ദേവനന്ദനെ അടിക്കാൻ ഞങ്ങൾ ആക്ച്വലി ചോദിച്ച ചോദ്യം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുന്നു, ധ്യാൻ ചേട്ടനെയും ഫ്രണ്ട് ആയിട്ട് എങ്ങനെയാണ് ഇതാകുന്നതെന്നാണ് ചോദിച്ചത്. അപ്പൊ ധ്യാൻ ചേട്ടനായിട്ട് കണ്ടപ്പോ ഇപ്പൊ സെറ്റില് എനിക്ക് കൊറേ സീൻസ് ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാലും ചേട്ടൻ കുറച്ചു ദിവസേ നമ്മള് ഒന്നിച്ച് ഒരു കൊറേ ഉണ്ടല്ലോ പടം, കുറച്ച് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ചേട്ടൻ ഭയങ്കര തിരക്കുള്ള ഒരാളാണ്. ഒരു കളിയാക്കിയാണല്ലോ അല്ലേ? സീരിയസ് അല്ലേ? കളിയാക്കല്ല, അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് ഉച്ചക്ക് മുമ്പ് നയൻതാരയുടെ കൂടെ, ഉച്ചയ്ക്ക് ശേഷം ദേവനന്ദയുടെ കൂടെ, അല്ല അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എക്സാമ്പിൾ തെറ്റിയതാ. ജനറൽ ആയിട്ട് ചേട്ടൻ നമ്മുടെ മൂവിയുടെ ഭാഗമായിട്ട് ഞാൻ ഇപ്പൊ പാപ്പ അല്ലെങ്കിൽ ആതിര ചേച്ചിയുടെ കൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടെ അത്രയും ദിവസങ്ങള് ധ്യാൻ ചേട്ടന്റെ കൂടെ ഇല്ലായിരുന്നു. എന്നാലും ഉണ്ടായിരുന്ന ദിവസങ്ങളെല്ലാം നല്ല ഇതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടൻ ഞാൻ ഇന്റർവ്യൂസിലൊക്കെ കാണുമ്പോ ഭയങ്കര കളിയും ചിരിപ്പം ഭയങ്കര ഫണ്ണി ആണെങ്കിലും പക്ഷെ മൂവി സെറ്റ് വരുമ്പോ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അത് കാരണം നമുക്ക് ഒത്തിരി അഡ്മയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം സെറ്റിൽ ഓൺ ടൈം എത്തും, എന്ത് വന്നാലും ഓൺ ടൈം ആയിരിക്കും. അത് ഭയങ്കര സത്യമാണ്. കാരണം അത് സത്യം, കാരണം അത് വലിയൊരു കാര്യമാണ്. സാധാരണ അങ്ങനെ ലേറ്റ് ആയി വന്ന രണ്ട് നടന്മാർ പറയൂ. അങ്ങനെ എന്തോ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോഴും മറ്റേ ഇവരുടെ ലോകത്തെ സങ്കടങ്ങൾ ചോദിക്കണം. പക്ഷെ എനിക്ക് അതിന് മുന്നേ നിന്നെ ആരോ ഏതോ ഒരു നടൻ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനൊന്നും ഇല്ല, ഓൺ ടൈം വരാത്ത നടനാണ്. അതല്ല, നമ്മുടെ ഡയറക്ടർ അങ്കിൾ തന്നെ പറയുന്നുണ്ട്. അതല്ല, ഡയറക്ടർ അങ്കിൾ തന്നെ പറഞ്ഞു, ഇപ്പൊ ചെലപ്പം ക്യാമറ സെറ്റ് ചെയ്യാൻ ഫ്രെയിം ചൂസ് ചെയ്ത് എല്ലാം വരുമ്പോ കുറച്ച് സമയം എടുക്കും. അപ്പൊ ചിലപ്പോ നമുക്ക് അറിയായിരിക്കും, അതിനൊക്കെ മുന്നേ വരും, വന്നു കളയും. കാരണം നമുക്ക് അറിയായിരിക്കും, നമുക്ക് അറിയായിരിക്കും ഇതിപ്പോ ക്യാമറ സെറ്റ് ചെയ്ത് വരാൻ സമയം എടുക്കും, എല്ലാം സെറ്റായി വരാൻ നേരം എടുക്കും. പക്ഷെ എന്നാലും ചേട്ടന് ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മുടെ അടുത്ത് പറയുന്ന ആ ഒരു കൃത്യം സമയത്തിന് എത്തുന്ന ഒരു വലിയ കാര്യം. കാരണം അതാകുമ്പോ ക്രൂവിനും ഒരു വലിയ ഹെൽപ്പാണ്. കാരണം നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് അവർക്കൊരു ആശ്വാസം. കാരണം ഇപ്പൊ പ്രൊഡക്ഷൻ കൺട്രോൾ അങ്കിൾമാരാണെങ്കിൽ ഇവരെല്ലാരും ഓടി നടക്കുകയാണ്, അവരെത്തിയോ ഇവരെത്തിയോ, അവിടെ റെഡിയാണോ ഇവിടെ റെഡിയാണോ. അപ്പൊ എല്ലാരും സെറ്റിൽ ഉണ്ടെന്ന് പറയുമ്പോ അവർക്കൊരു സമാധാനമാണ്. അപ്പൊ ചേട്ടൻ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ക്രൂവിന് അത്രയും ഒരു ടെൻഷൻ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം പക്ഷെ ഇന്ന് പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ, പക്ഷെ ഷൂട്ടിന് ഞാൻ ഇതുവരെ ലേറ്റ് ആയിട്ട് വന്ന് കണ്ടിട്ടില്ല. കാരണം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഓൺ ടൈം ആയിട്ടാണ് വരുന്നത്. അത് ഭയങ്കര നമുക്ക് അഡ്മയർ ചെയ്യാൻ പറ്റും. എന്റെ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. വേറെ ആരെങ്കിലും അയ്യോ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചേ. ടെൻഷൻ ഫ്രീ ആക്കുന്ന ധ്യാൻ ചേട്ടൻ, പ്രൊഫഷണൽ ആയ ധ്യാൻ ചേട്ടൻ. അതെ അതെ, ഭയങ്കര അത്രേ